good evening. Welcome to the debate. 10 വർഷത്തിനു ശേഷം വീണ്ടും പാർലമെന്റിന്റെ ഇരുസഭകളും പ്രതിപക്ഷത്തിന്റെ ചൂടറിഞ്ഞു. 24 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയ നീറ്റ് പരീക്ഷാ ക്രമക്കേട് ലോക്സഭയിലും രാജ്യസഭയിലും ഉന്നയിച്ച പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തെ മൈക്ക് ഓഫ് ചെയ്ത് പ്രതിരോധിച്ചെങ്കിലും രാജ്യം അത് വ്യക്തമായി കേട്ടു. അടിയന്തരമായി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പ്രതിപക്ഷത്തിന് നോട്ടീസ് നൽകാൻ പോലും അവസരം ഭരണപക്ഷം നൽകിയില്ല. സർക്കാരിന് കോൺഗ്രസ് ഒരു പേരുമിട്ടു, മൈക്ക് ഓഫ് സർക്കാർ. ഒറ്റ ചോദ്യമാണ് മുഴങ്ങുന്നത്: കേന്ദ്രം നീറ്റിൽ ഓടി ഒളിക്കുന്നു. ഈ ചർച്ചയിൽ അതിഥികളായി കോൺഗ്രസിൽ നിന്നും ഡോക്ടർ ജിൻഡോ ജോൺ, CPM-ൽ നിന്നും ഡോക്ടർ വി ശിവദാസൻ MP, ഒപ്പം BJP പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് കൃഷ്ണദാസിലേക്ക്. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, നീറ്റ് പോലെ 24 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയെ തുലാസിലാക്കിയ ഒരു പരീക്ഷാ ചോർച്ച വിഷയം പാർലമെന്റിൽ അടിയന്തരമായി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള ധൈര്യം എന്തുകൊണ്ടാണ് BJP കാണിക്കാതെ മൈക്ക് ഓഫ് ചെയ്തും ശാസിച്ചും പ്രതിരോധിക്കാൻ ശ്രമിച്ചത്? അരുൺ, വളരെ വ്യക്തമായിട്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ കിരൺ റിജിജുവും ഇവരെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ ഈ വിഷയം വിശദമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും വേണ്ടി വന്നാൽ ഇത് ഒരു ദിവസം മുഴുവൻ തന്നെ ചർച്ച ചെയ്യാമെന്നും ബഹുമാനപ്പെട്ട നമ്മുടെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് ഇന്ന് ഈ പറയുന്ന നന്ദിപ്രമേയ ചർച്ചയിൽ വേണമെങ്കിൽ മുഴുവൻ സമയവും എടുത്ത് താങ്കൾ ചർച്ച ചെയ്തോളൂ ഈ വിഷയം എന്ന് പറയുകയും ചെയ്ത് അത് കോൺഗ്രസ് എന്തുകൊണ്ടോ ചർച്ച ചെയ്യാൻ തയ്യാറാവാതെ വരികയും ചെയ്തപ്പോഴാണ് അവിടെ ഈ പറയുന്ന നടന്ന സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിലും കൂടുതൽ ഒരു അവസരം കോൺഗ്രസ്സിന് കിട്ടാനുണ്ടായിരുന്നില്ല. രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്കായിട്ട് വിളിച്ച സമയം 100% ഇവർക്കത് ഈ വിഷയം എടുക്കാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ വിഷയം ആ സമയത്ത് എടുക്കാതിരുന്നത് എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഒരു അവസരം കൊടുത്തു, ബഹുമാനപ്പെട്ട സ്പീക്കർ ഒരു അവസരം കൊടുത്തു. മന്ത്രിമാരെല്ലാം ഇത് 100% മറ്റൊരു ദിവസം ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച വിശദമായിട്ട് ഇത് ചർച്ച ചെയ്യാം എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുകയും ചെയ്തിട്ടും എന്തുകൊണ്ട് ഈ അവസരം കോൺഗ്രസ് ഉപയോഗിച്ചില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് കോൺഗ്രസ് തന്നെയാണ് പറയേണ്ടത്. ഇത്ര ഉദാരമായൊരു നിലപാട് ഇത്തവണ പാർലമെന്റ് സ്വീകരിച്ചിട്ടും സ്പീക്കറും ചെയർമാനും സ്വീകരിച്ചിട്ടും എന്തുകൊണ്ടാണ് ലോക്സഭയിലും രാജ്യസഭയിലും നിങ്ങൾ ഇന്നു തന്നെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണമെന്ന നിലപാട് സ്വീകരിച്ചത്? അരുൺകുമാർ, ഇതിലെ ഈ രാജ്യത്തെ 24 ലക്ഷം കുട്ടികൾ എഴുതിയ ഒരു പരീക്ഷയുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറയുന്ന വാർത്ത അത് പിന്നെ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞതിൽ എന്ത് സാങ്കത്യമുള്ളത്? ഈ രാജ്യത്തെ സാധാരണ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ജീവൻ കയ്യിൽ വെച്ച് കൊടുക്കാൻ പോകുന്ന ഡോക്ടർമാരാകേണ്ട ആളുകളാണ്. ഈ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിന് ശേഷം വന്നിരിക്കുന്ന മാർക്ക് ലിസ്റ്റിൽ, അതിൽ റാങ്ക് ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന ആളുകളുടെ ബാക്കി ഇൻ്റർവ്യൂവും ബാക്കി പ്രൊസീജിയേഴ്സും ഒക്കെ നടക്കുന്ന സമയത്ത് അത് എത്രയും പെട്ടെന്ന് അതിൽ ഇടപെടലുകൾ നടത്തി അത് ക്യാൻസൽ ചെയ്യണമെന്നുള്ളത് ഞങ്ങളുടെ ആവശ്യം. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? ഇതിനെക്കുറിച്ച് ചെയ്യാതെ നന്ദിപ്രമേയമൊക്കെ നടത്തിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ പൗരന്മാരുടെ ചെറുപ്പക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ മറ്റേതെങ്കിലും വിഷയം സംസാരിക്കേണ്ടതുള്ളൂ. പരീക്ഷാ പേപ്പർ ചോർന്നു. ആ ചോർന്നത് നമ്മൾക്ക് മനസ്സിലായി, അത് സർക്കാർ തന്നെ അംഗീകരിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ പറഞ്ഞു പരീക്ഷാ പേപ്പർ ചോർന്നിട്ടുണ്ട്, ഗുരുതരമായ വീഴ്ചയാണ്. അറസ്റ്റ് CBI അടക്കം രേഖപ്പെടുത്തി. CBI 6 FIR ഇട്ട് അന്വേഷണം നടക്കുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനമായ ഗുജറാത്ത്, BJPയുടെ സഖ്യകക്ഷി ഭരിക്കുന്ന ബീഹാർ, BJPയെ പുറമേ നിന്ന് കഴിഞ്ഞ തവണ പിന്തുണച്ച BJD എന്നിവർ ഭരിച്ച ഒഡീഷ, ഈ 3 സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേപ്പർ ചോരുകയും ക്രമക്കേട് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അടിയന്തരമായി സഭ ഇന്നല്ലാതെ ചർച്ച ചെയ്യാൻ പിന്നീട് ഇതൊരു വൈകിയെടുക്കേണ്ട വിഷയമല്ലല്ലോ. ഇപ്പോൾ തന്നെ കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നിർത്തിവെച്ചിട്ടില്ല സുപ്രീം കോടതി. അതുകൊണ്ട് തന്നെ പാർലമെന്റിന്റെ അടിയന്തര ശ്രദ്ധ വേണമെന്ന് ഈ വിഷയത്തിലല്ലാതെ മറ്റേത് വിഷയത്തിലാണ് കോൺഗ്രസിന് ശാഠ്യം പിടിക്കാൻ കഴിയുക? ഇന്ന് ബാക്കി എല്ലാ നടപടികളും നിർത്തിവെച്ച് ഈ സഭയുടെ സമയം ഇരു കക്ഷികളും ഉപയോഗിച്ചിരുന്നുവെങ്കിൽ 24 ലക്ഷം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അത് പോസിറ്റീവ് മെസ്സേജ് കൊടുക്കുമായിരുന്നില്ലേ അഡ്വക്കേറ്റ് കൃഷ്ണദാസ്? ഡോക്ടർ അരുൺ, എനിക്ക് മനസ്സിലാവാത്തൊരു സംഗതി,
ഈ സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറയുന്നത് ഈ രാജ്യത്ത് പല കാലഘട്ടങ്ങളിൽ ധാരാളം നടന്നിട്ടുള്ളൊരു സംഭവമാണ്. നിർഭാഗ്യവശാൽ അത് നീറ്റ് എക്സാമിൽ ഇത്തവണയും നടന്നു എന്ന് പറയുന്നത് 100% അത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. നീറ്റ് പരീക്ഷയ്ക്ക് മുൻപ് മെഡിക്കൽ കോളേജിലെ എൻട്രൻസ് പരീക്ഷയിൽ ഇത്രയും വ്യാപകമായ ഒരു ചോർച്ച മറ്റേത് വർഷമാണ് നടന്നിരിക്കുന്നത് കൃഷ്ണദാസ്? അല്ല, നീറ്റ് എക്സാം തുടങ്ങിയിട്ട് ഞാൻ പറയുന്നത് മറ്റ് പരീക്ഷകളിൽ പല വിധത്തിലുള്ള ചോർച്ചകൾ ഈ രാജ്യത്ത് ഉടനീളം പല സംസ്ഥാനങ്ങളിലും നടന്നിട്ടുണ്ട്. കഴിഞ്ഞ 2023-ലും 2022-ലും കേരളത്തിൽ ചോർച്ച ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ ആളുകൾ തന്നെ, നമുക്കറിയാം വ്യത്യസ്ത മാഫിയകളുണ്ട്. ഈ നമ്മുടെ നാട്ടിലെ ആളുകൾ തന്നെ ഇത് ആ മാഫിയ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല. ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ ഇതിന് കൂട്ടുനിൽക്കുന്നു. വിദ്യാർത്ഥിനികൾ ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% അല്ല. അവരുടെയൊക്കെ ഈ പറയുന്ന പിതാക്കന്മാരും അല്ലെങ്കിൽ അവരുടെയൊക്കെ ബന്ധുക്കാരും ഇതിൻ്റെയൊക്കെ പൈസയൊക്കെ സ്വരൂപിച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇതൊരു മാഫിയ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ സർക്കാരിന് എന്താ ചെയ്യാൻ സാധിക്കുക? സർക്കാർ അടിയന്തരമായി ഈ പറഞ്ഞ രീതിയിൽ NTA തലവനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയർ നടന്നു എന്ന് ബോധ്യപ്പെട്ട ഉടനെ തന്നെ സുബോധ് കുമാർ സിംഗ് ഈ NTA ചീഫിനെ തന്നെ മാറ്റിയിട്ട് ചെയ്തത് CBI ഏൽപ്പിച്ചു. CBI ഞാൻ മനസ്സിലാക്കുന്നു ഏതാണ്ട് 6 FIR-ൽ ബീഹാറിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് അറസ്റ്റുകൾ നടന്നിരിക്കുന്നു. വ്യാപകമായിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ തലവനെ തന്നെ മാറ്റിയ ഗുരുതരമായ വീഴ്ച. 6 FIR-കൾ CBI ഇട്ട അപൂർവമായ കേസ്. 6ഓളം സംസ്ഥാനങ്ങളിൽ ലിങ്കുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയ കേസ്. ആ കേസിൽ ചോദ്യപേപ്പർ ചോർന്ന് തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നും തങ്ങൾ 30 ലക്ഷം 40 ലക്ഷം രൂപ കൊടുത്തുവെന്നും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സമ്മതിച്ച കേസ്. ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റ് അടിയന്തരമായി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട വിഷയം ഇതല്ലേ അഡ്വക്കേറ്റ് കൃഷ്ണദാസ്? അതാണ് എൻ്റെ ചോദ്യം. അല്ല, അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ എന്താ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞെന്താ, താങ്കൾ ഇത് സംസാരിച്ചോളൂ. രാഷ്ട്രപതി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള പ്രമേയത്തിന്റെ നന്ദി പ്രമേയ ചർച്ചയിൽ താങ്കൾ ഇത് അവതരിപ്പിച്ചോളൂ. രാഷ്ട്രപതി അവതരിപ്പിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ നന്ദി പ്രമേയത്തിലെ ഒരു പോയിന്റ് മാത്രമാണോ നിങ്ങൾക്ക് നീറ്റ് പരീക്ഷാ പേപ്പറിന്റെ ചോർച്ച? അല്ലല്ല, അദ്ദേഹം പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ MP-മാർ സംസാരിക്കുന്ന മുഴുവൻ സമയവും താങ്കൾ എടുത്തോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം പറയുന്നത് ചോദ്യം ചോദിക്കാൻ കിടക്കുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരുപാട് വിഷയങ്ങൾ പ്രസിഡന്റ് ഉന്നയിച്ചിട്ടുണ്ട്. ആ വിഷയങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ട സമയമാണ്. നീറ്റ് പരീക്ഷയ്ക്ക് പ്രതിപക്ഷ നേതാവ് എടുത്തോളൂ എന്ന് പറയാൻ എന്തവകാശമാണ് നമ്മുടെ സ്പീക്കറിനുള്ളത്? സ്പീക്കർ യഥാർത്ഥത്തിൽ തീരുമാനിക്കേണ്ടത് എന്താണ്? ഇന്ന് എന്താണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, നമുക്ക് ഇരുവർക്കും ഒരുമിച്ച് ചർച്ച ചെയ്യാമെന്നല്ലേ? അത് ഏറ്റെടുക്കണ്ടേ ഈ സർക്കാർ? അരുൺ, ഒരു വിഷയം ഏറ്റെടുത്തിട്ട് സംസാരിക്കണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാദം ഞാൻ സമ്മതിക്കാം. അവിടെ എന്താ പറഞ്ഞത്? നിങ്ങൾ സംസാരിച്ചോളൂ, എത്ര സമയം വേണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചോളൂ, നിങ്ങളുടെ മുഴുവൻ അംഗങ്ങളുടെയും സമയമെടുത്ത് താങ്കൾ സംസാരിച്ചോളൂ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്നല്ലേ കോൺഗ്രസ് പറയേണ്ടത്? അല്ല, അവിടെ ഒരു പ്രശ്നമുണ്ട്. നന്ദിപ്രമേയ ചർച്ചയിന്മേൽ പ്രസിഡന്റ് പറയാത്തൊരു വിഷയമാണ് നീറ്റ്. ആ നീറ്റ് വിഷയത്തിൽ ഉൾപ്പെടുത്തി നമ്മൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു. അതിന് മറുപടി പറയാൻ ആരും ബാധ്യസ്ഥരല്ല. പക്ഷെ അതേസമയം അങ്ങനെയല്ല. അടിയന്തര പ്രമേയത്തിന്റെ അവതരണാനുമതിക്കുള്ള നോട്ടീസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ബന്ധപ്പെട്ട മന്ത്രി എഴുന്നേറ്റ് നിന്ന് മറുപടി പറയണം. ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ. പ്രധാനമന്ത്രി മറുപടി പറയണം. പ്രധാനമന്ത്രിയെ മറുപടി പറയിക്കാതിരിക്കാനുള്ള ഒരു തന്ത്രമാണോ ഇതെന്നതാണ് ചോദ്യം. എന്തിനാ അരുൺ? ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം തന്നെ പാർലമെന്റിൽ എണീറ്റ് പറഞ്ഞു, കിരൺ റിജ്ജു പറഞ്ഞു, ഇത് വിശദമായി നമ്മൾക്ക് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഇത് നമുക്ക് ചർച്ച ചെയ്യാം. ആരാ പറഞ്ഞത്? നോക്കൂ, ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വരെ ഒന്ന് കാത്തിരുന്നു കൂടായിരുന്നോ? ഇന്നത്തെ ദിവസം തന്നെ ഇത് ചർച്ച ചെയ്യണമെന്നുള്ളത് പാർലമെന്റിൽ നിങ്ങളുടെ ഒരു രാഷ്ട്രീയ നീക്കമാണ്. കാരണം എന്താ? എല്ലാ മാധ്യമങ്ങളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. ഇന്ത്യ മുഴുവൻ, ഒരുപക്ഷെ ലോകമെമ്പാടും ഇത്രയും വലിയ രീതിയിലുള്ളൊരു വ്യാപകമായ ചോർച്ച, മറ്റെങ്കും കാണാത്ത വിധമുള്ള ചോർച്ച ചർച്ച ചെയ്യാനുള്ളൊരു സാധ്യത, ആ രാഷ്ട്രീയ സാധ്യതയാണ് നിങ്ങളും തേടിയത്.
കിരൺ റിജുവും ധർമ്മേന്ദ്ര പ്രധാനും പറഞ്ഞതുപോലെ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ നമ്മൾ ആ ചർച്ച നടത്തിയിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം നന്ദിപ്രമേയ ചർച്ച സമാധാനമായി നടക്കുമായിരുന്നു എന്നാണ് BJP പ്രതിനിധി പറയുന്നത്. ഡോക്ടർ വി ശിവദാസ്. അരുൺ, BJPയുടെ പ്രതിനിധി എത്ര നിസ്സാരമായാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഇവിടെ കോൺഗ്രസ് മാത്രമല്ല, രാജ്യസഭയിലെയും ലോകസഭയിലെയും പ്രതിപക്ഷം ഒന്നടങ്കമാണ് അടിയന്തര പ്രമേയം ചർച്ചക്കെടുക്കണം എന്ന് ആവശ്യപ്പെട്ടത്. ഞാൻ ഉൾപ്പെടെയുള്ളവർ നോട്ടീസ് കൊടുത്തതാണ്. എന്നാൽ സ്പീക്കർ പറയുന്നു, രാജ്യസഭാ ചെയർമാൻ പറയുന്നു, നിങ്ങൾക്ക് നന്ദി പ്രമേയ ചർച്ചയുടെ കൂടെ നടത്താം. നന്ദി പ്രമേയ ചർച്ചയുടെ കൂടെ നടത്താമെന്ന് പറയാൻ, അത് ഉപദേശിക്കാൻ സ്പീക്കറോ ചെയർമാനോ അവിടെ ഇരിക്കേണ്ടുന്ന കാര്യമില്ല. ട്രഷറി ബെഞ്ചിൻ്റെ നിർദ്ദേശവും വേണ്ട. നന്ദി പ്രമേയ ചർച്ചയിൽ എന്തൊക്കെ പറയണമെന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ഇവിടെ എന്താ, അടിയന്തരമായി ഈ രാജ്യം ശ്രദ്ധിക്കേണ്ടുന്ന, ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുന്നു. ആ വിഷയം എന്താണ്? ലക്ഷക്കണക്കായ വിദ്യാർത്ഥികളുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന വിഷയം. അതിനകത്ത് ഞങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നത് ആദ്യമായിട്ടല്ല. പാർലമെൻറ്റിൽ ഇതിനു മുമ്പ് 4 തവണ ഈ വിഷയം 2021 മുതൽ ഇങ്ങോട്ടുണ്ടായിട്ടുള്ള വിവിധ NTA-യുടെ നമ്മുടെ പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ളവരെ ഇവിടെ ഉയർത്തിയിട്ടുണ്ട്. ആ നേരത്തെ ഉണ്ടായിട്ടുള്ള പരീക്ഷാ ചോർച്ചയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ കൃത്യവിലോപം, എല്ലാ അർത്ഥത്തിലും അഴിമതി നിറഞ്ഞിട്ടുള്ള സംവിധാനം, അതിനെക്കുറിച്ച് എന്ത് ചർച്ചയാണ് അല്ലെങ്കിൽ എന്ത് നടപടിയാണ് BJP നേതൃത്വത്തിലുള്ള സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്? ഏതെല്ലാം പരീക്ഷകളുടെ ചോർച്ചയുണ്ടായി? NTA എന്ന് പറയുന്ന സംവിധാനം രൂപപ്പെടുത്തിയത് തന്നെ കൊടിയ അഴിമതി നടത്താൻ വേണ്ടിയാണ്. രാജ്യത്തെ ഫെഡറൽ സ്ട്രക്ചറിനെ, പരീക്ഷാ സംവിധാനത്തെ ആകെ തകർത്തിട്ടാണ് യൂണിവേഴ്സിറ്റിയിലേക്കുൾപ്പെടെ രാജ്യത്തൊന്നാകെ ഒരൊറ്റ പരീക്ഷാ സംവിധാനം പ്രവേശനത്തിനായി എന്ന് തീരുമാനിച്ച സർക്കാരാണ്. എല്ലാ അർത്ഥത്തിലും ഒരു കേന്ദ്രീകരണം പരീക്ഷാ മേഖലയിൽ, സ്കൂൾ തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ തലം മുതൽ വരെയുള്ള എല്ലാ പരീക്ഷകളും കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു സംവിധാനമാണല്ലോ NTA. ആ NTA രൂപപ്പെടുത്തിയത് തന്നെ സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്താനും സർവകലാശാലകളെ ദുർബലപ്പെടുത്താനും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആകെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിന് ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ, ഇത് നടാടെയല്ലല്ലോ ഇത്തരം ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാവുന്നത്. കേരളത്തിലടക്കം ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ലേ എന്ന് അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് ചോദിക്കുന്നു. ഇവിടെ കൃഷ്ണദാസിന്റെ ചോദ്യം നടാടെയല്ല. NTA-യുടെ പരീക്ഷയിൽ തന്നെ തുടർച്ചയായി ആക്ഷേപം വരികയാണ്. 2021 മുതൽ, മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം, 2021 മുതൽ എത്രയെത്ര വാർത്തകൾ, എത്രയെത്ര ഇൻസിഡൻറ്റുകൾ വലിയ നിലയിലുണ്ടായി. എന്താണ് BJP മറുപടി പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് വേളയിൽ ഉൾപ്പെടെ ഈ വിഷയം ചർച്ചയിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് BJP ജാഗ്രത പുലർത്തിയത്. RSSൻ്റെ അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എങ്ങനെയാണ് ഒരു പ്രത്യേക പരിഗണന NTA പരീക്ഷയുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം, NTA എന്ന് പറയുന്ന ഫെഡറൽ സംവിധാനത്തിനെ കാർന്നു തിന്നുന്ന, ഇന്ത്യയുടെ ബൗദ്ധിക മസ്തിഷ്കമാകേണ്ട ചെറുപ്പക്കാരുടെ പരീക്ഷാ അവസരങ്ങൾക്ക് മേൽ നിങ്ങളുടെ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നൊരു ഏജൻസി. ആ NTA തുടർച്ചയായി ഇങ്ങനെ ചോദ്യപേപ്പർ ചോർച്ചയുടെ നിഴലിൽ നിൽക്കുക. നിങ്ങൾക്ക് തന്നെ മാറ്റേണ്ടി വന്നു അതിൻ്റെ തലപ്പത്തിരിക്കുന്നയാളെ. നോക്കൂ, അതിനുശേഷം UGC-യുടെ നെറ്റ് പരീക്ഷ ചോർന്നു, UGC-യുടെ CSIR പരീക്ഷ. അടുത്ത ഭാവി ഗവേഷണത്തിലൂടെ, നമ്മുടെ ഗണപതിയുടെ കൊമ്പ് കണ്ടെത്തുന്നവരല്ല, യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായ ഗവേഷണങ്ങളിലൂടെ, നിരീക്ഷണങ്ങളിലൂടെ ഈ ഗവേഷണം നടത്തേണ്ട വിദ്യാർത്ഥികളെ നിശ്ചയിക്കുന്ന CSIR പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു. അതും മാറ്റിവെച്ചു. ഈ രാജ്യത്ത് ഇതൊന്നും കേട്ടുകേൾവിയില്ല അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ്. അങ്ങനെ അത്രമാത്രം ഗുരുതരമായ വീഴ്ച വരുത്തുന്ന ഈ NTA-യുടെ വിഷയം അടിയന്തര പ്രാധാന്യമുള്ളതായി ഇന്നു തന്നെ ചർച്ചയ്ക്കെടുക്കണമെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ, നിങ്ങൾക്ക് ഈ വിദ്യാർത്ഥികളോട് അല്പമെങ്കിലും നീതി പുലർത്താനുണ്ടായിരുന്നെങ്കിൽ, അവരുടെ കണ്ണുനീർ നിങ്ങൾ കാണുന്നുണ്ടായിരുന്നെങ്കിൽ, അവരുടെ ആശങ്ക നിങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യണമായിരുന്നു അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ്. അല്ല, അവിടെയാണ് പ്രതിപക്ഷം മറുപടി പറയേണ്ടത്. അവസരം കിട്ടിയിട്ടും എന്തുകൊണ്ട് ചർച്ച ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് അവർ ഉത്തരം പറയേണ്ടത്. അത് ഇതുവരെ അവർ ഉത്തരം പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞോളൂ. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ,
മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല എൻ്റെ മേശപ്പുറത്ത് ഓഫ് ചെയ്യാൻ ഒരു സംവിധാനവും ഇല്ല എന്ന് ആ ദൃശ്യം ഒരിക്കൽ കൂടി നമുക്ക് കാണാം അഡ്വക്കേറ്റ് കൃഷ്ണദാസ്. ആ ദൃശ്യം ഒരിക്കൽ കൂടി നമുക്ക് കാണാം അഡ്വക്കേറ്റ് കൃഷ്ണദാസ്. രാഹുൽ ഗാന്ധി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ മൈക്ക് ഓഫ് ചെയ്തു പോകുന്നതും ആ ഓഫ് ചെയ്തു പോകുമ്പോൾ തുടർന്ന് സംഭവിച്ചതും അതൊന്നുകൂടി നമുക്കൊന്ന് കാണാം. माइक मैं बंद नहीं करता हूं, पूर्व में भी आपको व्यवस्था दी थी, यहाँ कोई बटन नहीं होता। सर माइक तो दे दीजिए। मैं आपको पूर्व में बता चुका हूं कि आप विषय राष्ट्रपति भाषण में रखें, अभी आपका नहीं सर, कोई हम रिकॉर्ड में नहीं जाएगा, इसलिए मेरा आग्रह है। उनको हिंदुस्तान के जो स्टूडेंट्स हैं उनको हम जॉइंट मैसेज देना चाहते थे। हाँ दें आप। सुनिए जॉइंट मैसेज देना चाहते थे ऑपोजिशन और सरकार के साइड से कि इस मुद्दे को हम ज़रूरी मानते हैं और इसीलिए हमने सोचा था कि आज स्टूडेंट्स की रिस्पेक्ट करने के लिए हम नीट पर डिस्कशन करें। ठीक है, आप डेडिकेटेड डिस्कशन। अब बात यह है कि दो फोर्सेस हैं, एक तरफ नहीं माने। നോക്കൂ കൃഷ്ണദാസ്, ആ പ്രസംഗം പൂർത്തീകരിക്കാൻ കഴിയുന്നതിന് മുമ്പ് മൈക്ക് ഓഫ് ചെയ്തിട്ട് സ്പീക്കർ പറയണം ബട്ടൺ എൻ്റെ കയ്യിലില്ലെന്ന്. സർ, ബട്ടൺ സ്പീക്കറുടെ കയ്യിലില്ല, പക്ഷേ അതവിടെ ഇരിക്കുന്നത് ഒരു പ്രത്യേക ചേംബറിലാണ്. എല്ലാ അംഗങ്ങൾക്കും വീതിച്ചു നൽകിയിരിക്കുന്ന മൈക്കിൻ്റെ കൺട്രോൾ പാനൽ നിയന്ത്രിക്കുന്നത് ലോക്സഭയിലാണെങ്കിലും രാജ്യസഭയിലാണെങ്കിലും അത് പഴയതിലാണെങ്കിലും പുതിയതിലാണെങ്കിലും അത് അവിടെ ഒരു പാനൽ ഉണ്ടാവും. ആ പാനൽ ഓഫ് എഞ്ചിനീയേഴ്സാണ് അത് നിയന്ത്രിക്കുന്നത്. അതിന് നിർദ്ദേശം കൊടുക്കുന്നത് ആ സഭ നിയന്ത്രിക്കുന്ന അധ്യക്ഷനാണ്. ആ സ്പീക്കർ പറയാണ് എൻ്റെ കയ്യിൽ ബട്ടൺ ഇല്ല എന്ന്. എന്താണ് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ഇത്? അല്ല, രാഹുൽ ഗാന്ധി പറഞ്ഞതൊക്കെ വളരെ സുവ്യക്തമായിട്ട് ഞാൻ കേട്ടു. അരുൺകുമാർ കേട്ടില്ലെന്ന് അല്ലല്ല, പൂർത്തീകരിക്കാൻ അനുവദിച്ചില്ല. മൂന്നാമത്തെ വാചകത്തിൽ മൈക്ക് ഓഫ് ചെയ്തു. പൂർത്തീകരിക്കാൻ എവിടെ? അത് വളരെ അദ്ദേഹം പറയുന്ന ഓരോ വാചകവും ഞാൻ ഇവിടെ പറഞ്ഞു കേട്ടു. പൂർത്തീകരിക്കാത്തത് എന്താണ്, കേൾക്കാത്തത് എനിക്കറിയില്ല. അത് ചിലപ്പോൾ ജിൻഡോന് പറയാൻ സാധിക്കായിരിക്കും എന്താണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത്, നമുക്കറിയില്ല. അദ്ദേഹം പറഞ്ഞ ഞാനും കേട്ടിട്ടുണ്ട്. മൈക്ക് ഓഫ് ചെയ്തിട്ടും താങ്കൾ ഇത് കേട്ടോ അഡ്വക്കേറ്റ് കൃഷ്ണദാസ്? മൈക്ക് അദ്ദേഹം പറയുന്നുണ്ടല്ലോ, എൻ്റെ കയ്യിൽ മൈക്ക് അദ്ദേഹം പറയുന്നത് മൈക്ക് ഞാൻ ഓഫ് ചെയ്തിട്ടില്ല, എൻ്റെ കയ്യിൽ മൈക്ക് ഓഫ് ചെയ്യാൻ ബട്ടണും ഇവിടെ ഇല്ല എന്ന് സ്പീക്കർ വ്യക്തമായി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം രാഹുൽ ഗാന്ധി പറയുന്ന 4-5 വാചകങ്ങൾ ഞാൻ ഇവിടെ ഓഫ് ചെയ്യുന്ന ഘട്ടത്തിലെ വാചകമാണ് താങ്കൾ അവസാനം കേട്ടത്. ആ ഓഫ് ചെയ്തതിന് ശേഷമാണ് പ്രതിഷേധിക്കാൻ വേണ്ടി കോൺഗ്രസിലെ അംഗങ്ങൾ അപാരമാണ്. അക്കാര്യത്തിൽ എനിക്ക് വലിയ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഒരു നിമിഷം അരുൺ, ഒരു മിനിറ്റ്. അതായത് അദ്ദേഹത്തിന്റെ പിന്നിലിരിക്കുന്ന ആളുകൾ മൈക്ക് എന്ന് പറഞ്ഞ് നിലവിളിച്ച ശേഷം അദ്ദേഹം സംസാരിക്കുന്നത് വ്യക്തമായി കേൾക്കുന്നുണ്ട്. അല്ലല്ല, മൈക്ക് ഓഫ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് പ്രതിഷേധം ഉണ്ടാകുന്നത്. മൈക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രതിഷേധിക്കുന്നു. ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയിരിക്കുന്ന എക്സ്പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് മൈക്ക് ഓഫ് സർക്കാർ എന്നാണ്. ജിൻഡോ, യഥാർത്ഥത്തിൽ ഈ മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല എന്നും മൈക്കിന്റെ ബട്ടൺ തന്റെ കയ്യിലില്ല എന്നും നിസ്സഹായനായി നിൽക്കുന്ന ഒരു സ്പീക്കറെയാണ് നമ്മൾ കാണുന്നത്, ഓം ബിർള. അതിൽ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പറഞ്ഞതെല്ലാം അഡ്വക്കേറ്റ് കൃഷ്ണദാസും BJPയും രാജ്യവും ഒക്കെ കേട്ടു എന്നാണ്. ജിൻഡോ, ഈ കൃഷ്ണദാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. പുറകിൽ രാഹുൽ ഗാന്ധിയുടെ സംസാരം കേൾക്കാതിരുന്നപ്പോൾ പുറകിലിരിക്കുന്ന ആളുകൾ മൈക്ക് എന്ന് വിളിച്ചു പറയുന്നത് അദ്ദേഹം കേട്ടു എന്ന്. എന്തിനാ പുറകിലിരിക്കുന്ന ആളുകൾ മൈക്ക് എന്ന് വിളിച്ചു പറയുന്നത്? മൈക്ക് ഓഫ് ചെയ്തുകൊണ്ടാണ്. അത് കോമൺ സെൻസ് ഉള്ള ആൾക്ക് മനസ്സിലാകുന്നല്ലേ. മൈക്ക് ഓഫ് ചെയ്തുകൊണ്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ മൈക്ക് എന്ന് വിളിച്ചു പറഞ്ഞത്. അതിനുശേഷം രാഹുൽ ഗാന്ധി പൂർത്തിയാക്കാൻ എന്തെങ്കിലും ചെറിയൊരു ടെക്നിക്കൽ ഗ്ലിച്ച് വരാം സാർ. ജിൻഡോ, എന്തെങ്കിലും ചെറിയൊരു ടെക്നിക്കൽ ഗ്ലിച്ച് വന്ന് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, അതെ, ഗ്ലിച്ചിന്റെ പേരാണ്, ആ ടെക്നിക്കൽ ഗ്ലിച്ചിന്റെ പേരാണ് സഹിഷ്ണുതയില്ലായ്മ എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ജിൻഡോ, അതെ അരുൺ, അത് തന്നെയാണ്. ഈ രാജ്യത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിന് ശേഷം പാർലമെന്റിനകത്ത് പ്രതിപക്ഷ MP മാരുടെ ശബ്ദം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ടെക്നിക്കലായിട്ടുള്ള പ്രശ്നമില്ലേ,
അതിൻ്റെ പേരാണ് താങ്കൾ പറഞ്ഞ അസഹിഷ്ണുത. പ്രതിപക്ഷ അംഗങ്ങളുടെ ശബ്ദം കേൾക്കാൻ പോലും പ്രയാസപ്പെടുന്ന, പേടിക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഈ രാജ്യം ഭരിക്കുന്നത്. ഇവിടെ കൃഷ്ണദാസ് പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന സംഗതികൾ എന്തൊക്കെയാണെന്ന് ചിലപ്പോൾ ജിൻഡോന് അറിയാമെന്ന്. ജിൻഡോന് മാത്രമല്ല, ഈ രാജ്യത്തെ പ്രതിപക്ഷ ചേരിയെ വിശ്വസിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്ക് അറിയാം. ഒന്നാമത്, നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു. 24 ലക്ഷം പേർ എഴുതിയ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളത് വ്യക്തമാണ്. രണ്ടാമത്, നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു. മൂന്നാമത്, രാമക്ഷേത്രത്തിന്റെ മേൽക്കൂര ചോർന്നു. രാജ്യത്തിന്റെ സമ്പത്ത് അദാനിയുടെ ഷെൽ കമ്പനികളിലേക്ക് ചോർന്നു. രാജ്യത്തിന്റെ അതിർത്തി ചൈനീസ് പട്ടാളക്കാരുടെ കയ്യിലേക്ക് ചോർന്നു. പാർലമെന്റിന്റെ സുരക്ഷ ചോർന്നു. പൊതുമേഖലാ ബാങ്കുകൾ കൊള്ളയടിച്ച കൊള്ളക്കാർ ഈ രാജ്യത്ത് നിന്ന് വിദേശത്തേക്ക് ചോർന്നുപോയി. ഇന്ത്യൻ പട്ടാളക്കാരുടെ ജീവൻ പൊതുവഴിയിൽ പെരുവഴിയിൽ ചോർന്നുപോയി. ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത ചോർന്നുപോയി. ജുഡീഷ്യറിയുടെ വിശ്വാസ്യത ചോർന്നുപോയി. ഇന്ത്യയിലെ ഭരണഘടനാ മൂല്യങ്ങൾ ചോർന്നുപോയി. മതേതര മൂല്യങ്ങൾ ചോർന്നുപോയി. പാർലമെന്റിലെ MP-മാരുടെ അവകാശം പോലും ചോർന്നുപോയി. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിഷ്പക്ഷത ചോർന്നുപോയി. അത് മാത്രമല്ല, ഇതൊക്കെ ചോർന്നതുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നരേന്ദ്രമോദിയുടെ വോട്ട് മൂല്യം വരെ, വോട്ടിന്റെ ഭൂരിപക്ഷം വരെ ചോർന്നുപോയത്. ഇവിടെ അടിയന്തര പ്രമേയത്തിന് MP-മാർ അപേക്ഷ കൊടുക്കാനുള്ള ഓപ്ഷൻ പോലും ഇല്ലാതാക്കുകയാണ് ഡിജിറ്റൽ ഇന്ത്യ നടപ്പാക്കുന്ന നരേന്ദ്രമോദി. ഇവിടെ MP-മാർ പ്രസംഗിക്കുമ്പോൾ, പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുന്നു. ഞങ്ങൾ ചോദിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ എൻ്റയർ പൊളിറ്റിക്കൽ സയൻസിലുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്നല്ല. ഈ രാജ്യത്ത് 24 ലക്ഷം ചെറുപ്പക്കാർ, യുവാക്കൾ എഴുതിയ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിനെ കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ നന്ദി പ്രമേയം നടത്തണമെന്ന് പറഞ്ഞാൽ ആർക്ക് നന്ദി പ്രമേയം നടത്തണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ രാജ്യത്തെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒത്താശ ചെയ്ത സംഘപരിവാറുകാർക്ക് നന്ദി പ്രമേയം നടത്താനോ? ഈ രാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്നത് പോലെ ആണ് ഈ 24 ലക്ഷം ചെറുപ്പക്കാർ എഴുതിയ ഈ റാങ്ക് ലിസ്റ്റിൽ വന്ന ചെറുപ്പക്കാർ. അതിൽ കോപ്പി അടിച്ചവൻ, കോപ്പി അടിക്കാത്തവരൊക്കെ ഉണ്ടാവും. ഈ ചെറുപ്പക്കാരുടെ കയ്യിലേക്കാണ് ഈ രാജ്യത്തെ ആളുകളുടെ ജീവൻ വെച്ചു കൊടുക്കുന്നത്. ഇവരാണ് നാളുകളുടെ ഡോക്ടർമാരാകുന്നത്. ഈ രാജ്യത്തെ നരേന്ദ്രമോദി ഭരിച്ച് കുട്ടിച്ചോറാക്കുന്നത് പോലെ ഈ കോപ്പി അടിച്ച് ജയിച്ചു വരുന്ന ഡോക്ടർമാരുടെ മുമ്പിലേക്ക് ഈ രാജ്യത്തെ ആളുകളുടെ ജീവനെ വെച്ചു കൊടുക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. 80 കോടി രൂപയ്ക്ക് BJP നേതാവിന്റെ കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനിക്ക് പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതല കൊടുത്തത് ആരോട് ചോദിച്ചിട്ടാ? നിങ്ങൾക്കിതൊന്നും സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഈ കുറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒളിച്ചുകളി? ഞാൻ ചോദിച്ചല്ലോ, നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ല നമ്മുടെ ഇന്നത്തെ ഡിബേറ്റ് വിഷയം. ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെ വിശ്വാസയോഗ്യമെന്ന് നിങ്ങൾ പറഞ്ഞു വിശ്വസിപ്പിച്ച ഒരു ചോദ്യപേപ്പർ ചോരുന്നു. ഇവിടെ 6 സംസ്ഥാനങ്ങളിൽ കേസ് നടക്കുന്നു. 6 FIR CBIയുടെ കേസ് എടുക്കുന്നു. ഈ ലിസ്റ്റിലുള്ള ആളുകളുടെ കൗൺസിലിംഗ് നടക്കുകയല്ലേ? ഇതിൽ എത്ര പേര് കോപ്പി അടിച്ചവരുണ്ട്, കോപ്പി അടിക്കാത്തവരുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും? ഇവിടെ CSRന്റെയും നെറ്റിന്റെയും അല്ലെങ്കിൽ NTA നടത്തുന്ന മുഴുവൻ പരീക്ഷാ സംവിധാനങ്ങളുടെയും വിശ്വാസ്യത തകർക്കപ്പെടുമ്പോൾ ഏതെങ്കിലും ശാഖയിലെ RSSകാർക്കല്ല ഇതിന്റെ ചുമതല കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ ചുമതല കൊടുത്ത്, നിങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് പോലെ, NCERTയുടെ CBSEയുടെ സിലബസ് വളച്ചൊടിക്കുന്നത് പോലെ തന്നെയാണ് പൊതുപരീക്ഷകൾ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ രാജ്യത്ത് ചോദിക്കാനും പറയാനും ശേഷിയുള്ള പ്രതിപക്ഷമാണ് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ. വലിയ ലിസ്റ്റ് അങ്ങോട്ട് നിർത്തിയിട്ടുണ്ട്. അതിനുള്ള മറുപടി താങ്കൾ പറയുന്നതിനോടൊപ്പം അടങ്കൽ സേതു 17,843 കോടിയാണ്. അടങ്കൽ സേതുവിലെ സിമന്റ് ചോർന്നിട്ടുണ്ട് കേട്ടോ. പ്രഗതി മൈതാനിലെ ടണൽ 777 കോടിയാണ്. ടണലിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെയുള്ള സംവിധാനം ചോർന്നു പോയിട്ടുണ്ട് കേട്ടോ. ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിൽ 8,480 കോടി രൂപയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പ്രതലങ്ങൾ പലതും ചോർന്നു പോയിട്ടുണ്ട് കേട്ടോ. അരാരിയ പാലം 12 കോടി ഉദ്ഘാടനത്തിന് മുമ്പേ തകർന്നു വീണു. അവിടുത്തെ അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചർ ചോർന്നിട്ടുണ്ട് കേട്ടോ. എന്തിനേറെ, ഇന്നിപ്പോൾ ദില്ലിയിലെ ടെർമിനൽ 1-ലുള്ള മേൽക്കൂര കെട്ടിടം തകർന്നു വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചോരുന്നതും തകരുന്നതും ഒക്കെ നമ്മുടെ കൺമുമ്പിൽ നിൽക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ ചോർന്നു പോകുന്ന തരത്തിലൊരു വലിയ ഗുരുതരമായ ചോദ്യപേപ്പർ ചോർച്ച നടക്കുമ്പോൾ അത് അടിയന്തര പ്രമേയമായി പാർലമെന്റിൽ അവതരിപ്പിക്കരുത് എന്ന നിർബന്ധമുണ്ടായിരുന്നു നിങ്ങൾക്ക്. ആരെയോ സംരക്ഷിച്ചു പിടിക്കാൻ, അല്ലെങ്കിൽ എന്തിനായിരുന്നു ഇത്ര ലളിതമായൊരു യുക്തി ഇതിന് കണ്ടത് എന്നതാണ് ചോദ്യം. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്. ജിൻഡോ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം വളരെ നന്നായിട്ട് ഒരു കവലപ്രസംഗമൊക്കെ ഇവിടെ നടത്തി. അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സമ്പത്ത് ചോർത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അങ്ങനെ ചോർത്തിയിട്ട് ഇപ്പോഴും മത്സരിച്ചിട്ട് 100 സീറ്റ് തികയ്ക്കാൻ സാധിക്കാത്ത പാർട്ടിയാണ് ജിൻഡോൻ്റെ പാർട്ടി. ഡൽഹിയിലുമില്ല, കേരളത്തിലുമില്ല. ഇനിയിപ്പോൾ ഏത് കാലത്താണ് ഇതാ വരുന്നു പ്രധാനമന്ത്രി, ഇതാ രാഹുൽ പ്രധാനമന്ത്രി എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 15 വർഷമായി.
ഇനി ഒരു 25 വർഷം കഴിഞ്ഞാലും ഇതാ വരുന്നു യുവാവായ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് ഇവർ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. അതിലൊന്നും എനിക്ക് തർക്കിക്കാനില്ല. പിന്നെ അരുൺകുമാർ ചോർച്ചയുടെ കാര്യമൊക്കെ ധാരാളം പറഞ്ഞു. നിങ്ങളുടെ ചാനലിൽ നിന്ന് ഒരു മുതിർന്ന എഡിറ്റർ ഇന്നലെ ചോർന്നു പോയല്ലോ. അദ്ദേഹം അപ്പോൾ ചോർന്നു അത് പോയതല്ല, പല സ്ഥലത്തും അദ്ദേഹം പല ഉയർന്നു ചോർച്ചകളൊക്കെ പോയതാണ് അഡ്വക്കേറ്റ് വി. ഉണ്ടാവും. അത് കൃഷ്ണദാസ്. സ്വാഭാവികമാണ്. രാഷ്ട്രീയ പ്രവർത്തനം മാന്യമായ ഒരു അത് പ്രവർത്തനമാണെന്നാണ് ഞങ്ങൾ ചോർച്ച എന്ന് മനസ്സിലാക്കുന്നത്. വ്യാഖ്യാനിക്കാം. പൊതുപ്രവർത്തനം, വിരോധമില്ല. മാധ്യമ പ്രവർത്തനം ഇതൊക്കെ വളരെ അല്ല, അന്തസ്സുള്ള അത് അദ്ദേഹം പ്രവർത്തനമാണ്. അന്ന് കിണറ്റിൽ ചോർന്നു ഇറങ്ങിയപ്പോൾ പോകാൻ തന്നെ താഴേക്കല്ല, ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു ചോർന്നല്ല, അദ്ദേഹം. ഉയർന്നാണ് പോകുന്നത് അഡ്വക്കേറ്റ് വി. കൃഷ്ണദാസ്. അത് വിഷയം അതല്ലല്ലോ, തെറ്റില്ല. ചോദ്യപേപ്പറിന്റെ അതായത് ചോർച്ചയല്ലേ? ചോദ്യപേപ്പറിന്റെ ചോർച്ച വിരോധമില്ല, 24 ചോർച്ച ലക്ഷം മുകളിലേക്കായിരിക്കും വിദ്യാർത്ഥികളുടെ ചിലപ്പോൾ ഭാവിയെ അത്രയേ ബാധിക്കുന്ന ഉള്ളൂ. ചോദ്യമാണ്. അപ്പൊ ചോർച്ച 24 ലക്ഷം. ഞാൻ പറഞ്ഞല്ലോ, അത് വളരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ വളരെ ഗൗരവത്തിൽ എടുത്തത് കൊണ്ടാണല്ലോ CBI അന്വേഷണം ആരംഭിച്ച് 6 FIR ഇട്ട് 4 സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമ്മുടെ സമൂഹത്തിൽ കാണുന്ന എല്ലാതരം കള്ളത്തരങ്ങളും എല്ലാ മേഖലയിലുമുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഇവരെല്ലാം പിടിക്കപ്പെടും. അതിന് ലളിതമായിട്ടാണ് അഡ്വക്കേറ്റ് വി. കൃഷ്ണദാസ് പറയുന്നത്. രാജ്യത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു പരീക്ഷാ സംവിധാനത്തിലും ആ കള്ളത്തരമുണ്ട് എന്ന് ആരാണ് സാർ ഈ സംവിധാനം കൊണ്ടുവന്നത്? എല്ലാ സംസ്ഥാനങ്ങളും ഒരു പാകപ്പിഴയും ഇല്ലാതെ കൃത്യമായ സാമൂഹിക നീതി നടപ്പിലാക്കിക്കൊണ്ട് തമിഴ്നാടാണെങ്കിലും കേരളമാണെങ്കിലും അന്തസ്സോടുകൂടി സത്യസന്ധമായി നടത്തിക്കൊണ്ടിരുന്ന ഒരു പരീക്ഷയാണ് നിങ്ങൾ ഏറ്റെടുത്ത് നല്ല നീറ്റാക്കി കൈ കൊടുത്തിരിക്കുന്നത്, അല്ലേ? അതിനെതിരെ തമിഴ്നാട് സർക്കാർ എത്ര കാലമായി കേസ് വാദിക്കുന്നു? നിങ്ങളുടെ നിലപാടെന്താ? നീറ്റാണ്, എഫിഷ്യന്റ് ഏജൻസി എന്നാണ്. ഒടുവിൽ ഇപ്പൊ എന്ത് സംഭവിച്ചു? നീറ്റിന്റെ എഫിഷ്യൻസി നമ്മൾ കണ്ടു. അങ്ങാടിപ്പുറത്ത് വാങ്ങാൻ കിട്ടും 40 ലക്ഷം 30 ലക്ഷം 40 ലക്ഷം 30 ലക്ഷം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക ഇന്ത്യയിൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇന്ത്യയുടെ ചരിത്രത്തിൽ? ഉണ്ടായിട്ടുണ്ട്. മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ ഭരിക്കുമ്പോൾ വ്യാപം കേസ്. അല്ല, ഉണ്ടായിട്ടുണ്ട്, 100% ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞുതരാം, ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ രാജ്യത്ത്. അതിൽ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അതായത് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. ഇനി എന്താ? ഇപ്പൊ ഡോക്ടർ രാധാകൃഷ്ണനാണ് ഇതിന്റെ കമ്മിറ്റി ഇതിനെ സംബന്ധിച്ച് വിശദമായി പഠിച്ച ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. ശിവദാസൻ, ഈ വിശദീകരണത്തിൽ നിങ്ങൾ തൃപ്തരാണോ? ഒരു ഉന്നതതല സമിതിയെ തീരുമാനിച്ചു. ഉന്നതതല സമിതി വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. ജൂലൈ 8-ാം തീയതിക്ക് മുമ്പ് നിർദ്ദേശങ്ങൾ കൊടുക്കണം. 6 പേരെ 6 FIR ഇട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖനായ ആൾ നേപ്പാളിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സഞ്ജീവ് മുഖിയ എന്ന് പറയുന്നയാൾ. ബാക്കിയുള്ളവരെ പോലീസ് CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗൗരവമേറിയതാണ് ഈ കുറ്റം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് CBI ഏൽപ്പിച്ചത്. ഒട്ടും താമസം കാണിച്ചിട്ടില്ല എന്നതാണ് ഈ കൃഷ്ണദാസിന്റെയും BJPയുടെയും വാദം. ശിവദാസ്, ഈ കൃഷ്ണദാസ് ബഹുമാന്യ അദ്ദേഹം വിഷയത്തിൽ നിന്ന് മാറി സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തര ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ചോദ്യം, 2021 എക്സാമിൻ്റെ ചോദ്യപേപ്പർ ചോരുണ്ടായി. NTA പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച വലിയ വിഷയമായി. അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. ആ അന്വേഷണത്തിൻ്റെ റിസൾട്ട് ഇപ്പോൾ എന്തായി? 2022 ചോർച്ചയുണ്ടായി. 2022 ചോർച്ചയെ തുടർന്ന് വലിയ പ്രതിഷേധം രാജ്യത്തായി ഉയർന്നു വന്നതാണ്. 21-ലും 22-ലും ഒരു എക്സാമിൻ്റെ മാത്രമല്ല, നിരവധി പരീക്ഷകളുടെ NTA നടത്തിയിട്ടുള്ള നിരവധി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളുടെ ചോർച്ച രാജ്യത്ത് ചർച്ച ചെയ്തു. UGC നെറ്റ്, എക്സാം, അതുപോലെ നീറ്റ് പരീക്ഷ ഒക്കെ ചോദ്യപേപ്പറുടെ ചോർച്ച നേരത്തെയും ചർച്ചയായതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ അന്വേഷണത്തിന് CBI ഏൽപ്പിച്ചു. നിങ്ങൾ മറ്റു ചില അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചു. എന്നിട്ട് കുറ്റവാളികൾ എവിടെ? ആ കുറ്റവാളികളെയൊന്നും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനോ നിങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ഇവിടുത്തെ വലിയ കോച്ചിങ് ഏജൻസികളുടെ പണം വാങ്ങിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉള്ളവരാണ് BJPയുടെ നേതൃത്വം എന്നുള്ളത് പരസ്യമായി വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, മുൻപ് പരീക്ഷാ ചോദ്യപേപ്പറുകളുടെ ചോർച്ചയുണ്ടായപ്പോൾ രാജ്യത്ത് അധികാരത്തിലിരുന്നിട്ടുള്ള പാർട്ടിയും ആ പാർട്ടിയുടെ നേതൃത്വം നൽകിയിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ, അദ്ദേഹം ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രിയായി തുടരുകയാണ്. അതേ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെയാണ് ഇപ്പോഴും ഇവിടെ മന്ത്രിയായിരിക്കുന്നത്. എന്താ നിങ്ങൾക്ക് ധർമ്മേന്ദ്ര പ്രധാനെ ഒന്ന് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയാത്തത്? പരീക്ഷാ ചോർച്ചകളുടെ ഒരു തുടർക്കഥ തന്നെയാണല്ലോ അദ്ദേഹത്തിൻ്റെ കാലത്ത് സംഭവിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള കമ്മിറ്റികളുടെ റിപ്പോർട്ടുകൾ എവിടെ പോയി? അന്വേഷണം എന്തായി? ഇതൊക്കെ ന്യായമായിട്ടുള്ള ചോദ്യമല്ലേ? പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാവി തുലക്കുന്ന സംവിധാനങ്ങൾ ഇനിയും തുടരുത്. നിങ്ങൾ NTA കുറിച്ച് പുനരാലോചിക്കണം. നിങ്ങൾ ഈ പരീക്ഷാ സംവിധാനം
രാജ്യത്തെ യൂണിവേഴ്സിറ്റികൾക്ക് അധികാരമില്ലാതാക്കി, രാജ്യത്തെ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ലാതാക്കി, എല്ലാം പിടിച്ചെടുത്ത് കോടികൾ കൊയ്യാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ഈ പ്രധാനപ്പെട്ട കാര്യമാണ് ശിവദാസൻ. 24,000 കോടി രൂപയുടെ പരീക്ഷാ കോച്ചിങ് ബിസിനസ്സാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അതിൽ കുറ്റാരോപിതനായ, അതിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരാളെ തന്നെ വീണ്ടും വിദ്യാഭ്യാസത്തിന്റെ ചുമതല ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇതല്ലെങ്കിൽ ഇതിനപ്പുറവും സംഭവിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണോ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ്? ആ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ശബ്ദമുയർത്തുമ്പോൾ ആ ശബ്ദം മുഴങ്ങാതിരിക്കാനാണോ ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും നിങ്ങൾ പ്രതിരോധത്തിന്റെ തന്ത്രം തീർത്തത്? NTA അടക്കമുള്ള പരീക്ഷകൾ ഫെഡറലിസത്തെ തടസ്സപ്പെടുത്തുന്ന, സാമൂഹിക നീതിയെ ലംഘിക്കുന്ന, സംശയകരമായ നിഴലിൽ ഈ പരീക്ഷകളെ നിർത്തുന്ന NTA തന്നെ അടിമുടി പരിഷ്കരിക്കുമോ? രണ്ടാമത്തെ ചോദ്യം, ഈ പലതരത്തിലും വിവാദങ്ങളുടെ നിഴലിൽ നിൽക്കുന്ന ധർമ്മേന്ദ്ര പ്രധാനെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചതിന്റെ തുടർച്ചയാണോ ഈ NEET വിവാദം? അഡ്വക്കേറ്റ് കൃഷ്ണദാസ്. ഒന്ന് ബഹുമാനപ്പെട്ട ശ്രീ ശിവദാസ് അവർകൾ ഒന്ന് പാർലമെൻറ്റിൽ ഉന്നയിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അതായത് നീറ്റ് വരുന്നതിന് മുമ്പ് മലയാളികളായ വിദ്യാർത്ഥിനികൾ എത്ര പേര് മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്നു? നീറ്റ് എക്സാം ആരംഭിച്ച ശേഷം എത്ര കുട്ടികൾ കേരളത്തിൽ നിന്ന് അഖിലേന്ത്യാ തലത്തിൽ മെഡിക്കൽ കോളേജുകൾ പഠിക്കുന്നുണ്ട് എന്ന് താങ്കൾ ഒരു ചോദ്യം ചോദിച്ചാൽ താങ്കൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഫെഡറലിസം എന്ന് പറയുന്ന സംഗതി അത് ശക്തി നഷ്ടപ്പെട്ടിട്ടില്ല, അത് കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് താങ്കൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എൻ്റെ ഒരു ചെറിയൊരു അറിവ് വെച്ചിട്ട് ഇന്ന് മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ വാങ്ങിച്ചു പോകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളത്തിലെ കുട്ടികൾ. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും പണ്ടുണ്ടായിരുന്ന ഒരു രീതി വെച്ചിട്ട് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾ വളരെ കുറവായിരുന്നു എന്നും ഇന്നത്തെ ഈ സംവിധാനത്തിൽ ധാരാളം മലയാളികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ മെഡിക്കൽ കോളേജുകളിൽ മെറിറ്റിൽ അഡ്മിഷൻ വാങ്ങിച്ചു പോകുന്നുണ്ട്. താങ്കൾ ഈ കണക്കൊന്ന് ദയവായിട്ട് പഠിക്കണമെന്നൊരു അപേക്ഷ മാത്രമേ. ശിവദാസൻ പറയട്ടെ. പക്ഷേ എന്റെ ചോദ്യം നോക്കൂ, നീറ്റിന്റെ പരീക്ഷാ പേപ്പർ ചോരുന്നു, തൊട്ടടുത്ത് ഇതേ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെ നടത്തുന്ന UGC നെറ്റ് പരീക്ഷാ പേപ്പർ ചോരുന്നു, തൊട്ടടുത്ത് UGC CSIR പരീക്ഷ ചോരുന്നു. ഇങ്ങനെ ചോർച്ചകൾ മാത്രമേ നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റിയിൽ സംഭവിക്കണമെങ്കിൽ എന്തോ അതിലൊന്നും സംഭവിച്ചിട്ടുണ്ടാകുമല്ലോ. അതെന്താണെന്ന് കണ്ടെത്താൻ CBI അന്വേഷണമാണ് നടത്തുന്നത്. പക്ഷേ അതിൻ്റെ സംഘടനയിൽ എന്തോ ഒരു പിഴവുണ്ട്, അതല്ലേ വ്യക്തമാകുന്നത്? അല്ല, അത് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയർ ആണ് എന്ന് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി തന്നെ പറയണം എന്നുണ്ടെങ്കിൽ 100% എന്തോ കുഴപ്പമുണ്ട് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നതല്ലേ? ഒരു നിമിഷം, സ്വപ്ന സുരേഷിനെ സ്പേസ് ഏജൻസിയിൽ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സ്പേസ് കൺസൾട്ടൻ്റായിട്ട് ഏജൻസിയുടെ വിഭാഗത്തിൽ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP ഉയർത്തിയ മുദ്രാവാക്യം അന്ന് പിണറായി വിജയൻ രാജിവെക്കണം എന്നുള്ളതായിരുന്നു. കാരണം റിക്രൂട്ട്മെൻറ്റിനകത്ത് വലിയ അപാകത സംഭവിച്ചിരിക്കുന്നു. ഒരാളെ അപ്പോയിന്റ് ചെയ്തപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഗുരുതരമായൊരു കുറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട്, അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. 24 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയറിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചുരുങ്ങിയ പക്ഷം വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ടേ ഈ കൃഷ്ണദാസ്? അല്ല, അത് പ്രതിപക്ഷത്തിന് ആവശ്യപ്പെടാമല്ലോ, പ്രതിപക്ഷത്തിന് എന്തും ആവശ്യപ്പെടാമല്ലോ. ഇത് അവിടെ ഉണ്ടായിരുന്ന ചില ഈ പറയുന്ന ബോധപൂർവം ഫ്രോഡ് നടത്തിയിട്ടുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുകയാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സർക്കാർ ഈ വാർത്ത പുറത്തുവന്നതിന് ശേഷം അടങ്ങിയിരുന്നിട്ടില്ല. CBI അന്വേഷണം പ്രഖ്യാപിച്ചു, 6 FIR ഇട്ടു. അതിലേറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള റോൾ വഹിച്ചയാൾക്കെതിരെ CBI ഇപ്പോൾ ഓട്ടം തുടരുകയാണ്. അയാൾ നേപ്പാളിലേക്ക് കടന്നു എന്നാണ് കരുതുന്നത്. പക്ഷേ വളരെ നിർണായകമായ തെളിവുകൾ ഈ ഏജൻസിക്ക് ലഭിച്ചു. മാത്രമല്ല നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ തലപ്പത്ത് നിന്നും സുബോധ് കുമാറിനെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറം എന്താ ചെയ്യേണ്ടത്? രാജി വേണമെന്നുള്ളത് നിങ്ങളുടെ ആവശ്യത്തിന് എന്ത് പ്രസക്തി ജിൻഡോ? അല്ല അരുൺ, ഇതിലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഈ ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ഡൽഹിയിലും കേരളത്തിലും കോൺഗ്രസ് ഉണ്ടോ എന്നൊക്കെയാണ് BJPയുടെ പ്രതിനിധി ചോദിക്കുന്നത്. ഞങ്ങൾ ഡൽഹിയിലും ബോംബെയിലും അല്ലെങ്കിൽ കേരളത്തിലേക്ക് കോൺഗ്രസിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ചർച്ചയാണെന്നല്ല ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ വിചാരിച്ചിരിക്കുന്നത് നീറ്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പർ ചോർന്നതിനെക്കുറിച്ചിട്ടുള്ള അടിയന്തര പ്രമേയം നിഷേധിച്ചതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പങ്കെടുക്കാൻ വന്നത്. അതുകൊണ്ട് താങ്കൾക്ക് വിഷയം മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കാം. അല്ല
താങ്കൾ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആളല്ലേ, എന്തിനു അസ്വസ്ഥനാകുന്നത്? താങ്കൾ ഇത്രയും ആക്ഷേപം പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്ന് കേട്ടില്ലേ? അതുള്ളൊരു ജനാധിപത്യ മര്യാദയല്ലേ? ലോക്സഭാ സ്പീക്കറെ പോലെ ആവല്ലേ എന്നേ ബി ജെ പിയുടെ പ്രതിനിധി ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട്. ഞാൻ പറയുന്നത് കൂടി ഒന്ന് കേൾക്കൂ, അല്ലെങ്കിൽ എന്റെ മൈക്ക് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഓഫ് ചെയ്താണല്ലോ. ഇപ്പോ എന്തൊരു അസ്വസ്ഥതയാണത്? ഞാൻ പറയട്ടെ സാറേ, ഞാനൊന്ന് പറയട്ടെ. താങ്കൾക്കല്ലേ ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത്? താങ്കൾ പറഞ്ഞത് ഞങ്ങൾ ബാക്കി എല്ലാവരും കേട്ടുകൊണ്ടിരുന്നില്ല. അപ്പൊ ഞങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കൂ. അല്ല, ഞങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കൂ. താങ്കൾ അതൊക്കെ പറഞ്ഞപ്പോൾ, എന്റെ പാർട്ടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അത് കേട്ടിരുന്നില്ലേ? അത് ഞാനും പുലർത്തുന്ന ജനാധിപത്യ മര്യാദയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കൂ. ഈ ഏതാനും പ്രതികളെ അറസ്റ്റ് ചെയ്തു, മറ്റേ നേപ്പാളിൽ നിന്ന് അടക്കം അറസ്റ്റ് ചെയ്തു എന്നൊക്കെ നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഏതാനും പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇതിന്റെ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കില്ല. സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിൽ ഇപ്പോൾ നിങ്ങൾ കൗൺസിലിംഗ് നടക്കുന്ന കുട്ടികളിൽ എത്ര പേർക്ക് ഈ ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയിട്ടുണ്ടെന്ന് എന്തറിവാണ് നിങ്ങൾക്കുള്ളത്? എത്ര പേരാണ് ഇതിൽ യഥാർത്ഥത്തിൽ റാങ്ക് ലിസ്റ്റിൽ വരേണ്ട ആളുകൾ ഉണ്ടായിരുന്നു എങ്ങനെ നിങ്ങൾ അറിയുന്നത്? അതുകൊണ്ടാണ് പറയുന്നത്, ഇതിന്റെ ഈ റിസൾട്ട് ക്യാൻസൽ ചെയ്യണം, ഈ പരീക്ഷ ക്യാൻസൽ ചെയ്യണം, സമഗ്രമായ അന്വേഷണം വേണം, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ കാരണം എന്താ പറയുക? താങ്കൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്ര ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയർ ആണ് ഈ ചോദ്യപേപ്പർ ചോർച്ച എന്ന്. എങ്കിൽ ഒരിക്കൽ സംഭവിച്ചത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയർ, തുടർച്ചയായിട്ട് NTA നടത്തുന്ന പരീക്ഷകളിൽ ഇങ്ങനെ ക്രമക്കേട് വരികയും ചോദ്യപേപ്പറിൽ ചോരുകയും ചെയ്യുമ്പോൾ ആ തുടർച്ചയായി നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയറിന്റെ ഉത്തരവാദി ആരാ? മന്ത്രി തന്നെയാണ്. അതുകൊണ്ടാണ് ആ മന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. അതിന് താങ്കൾ പറഞ്ഞ മറുപടി, സ്വപ്ന സുരേഷിന്റെ നിയമനത്തിൽ BJP പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടത് പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് വെറുതെ ഒന്ന് ചോദിച്ചതാണ്. അങ്ങനെ വെറുതെയാണോ നിങ്ങൾ പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടത്? ഞങ്ങൾ കോൺഗ്രസ്സുകാരും UDF-കാരും അന്ന് ഒരു പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടത് ഞങ്ങൾ പറയുന്ന ആവശ്യത്തിൽ ഞങ്ങൾ അറിവും അടിസ്ഥാനമുണ്ടെന്നുള്ള ബോധ്യത്തിലാണ്. താങ്കൾ പറഞ്ഞത് പ്രതിപക്ഷമായതുകൊണ്ട് എങ്ങനെയും ചോദിക്കുന്ന, അങ്ങനെ പ്രതിപക്ഷമായതുകൊണ്ട് ചോദിക്കുന്ന വെറും ചോദ്യങ്ങളല്ല. ഇവിടെ ഞങ്ങൾ പ്രതിപക്ഷമായതുകൊണ്ട് വെറുതെ ചോദിക്കുന്നതല്ല വിദ്യാഭ്യാസ മന്ത്രി രാജി. താങ്കൾ തന്നെ പറഞ്ഞ, താങ്കളുടെ പാർട്ടിയുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയറിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയർ തുടർച്ചയായി നടക്കുന്നുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മന്ത്രി മാറി നിന്ന് അന്വേഷണത്തെ നേരിടണമെന്നേ. സംഘപരിവാറിന്റെ നേതാക്കന്മാർക്ക്, ശാഖയിലെ RSSകാർക്കൊക്കെ NTA നടത്തുന്ന പരീക്ഷയുടെ ചുമതല ഏൽപ്പിച്ചു കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും. അക്ഷരാഭ്യാസമില്ലാത്ത എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസിന്റെ ഡിഗ്രിയുള്ള ഏത് കോളേജിൽ നിന്ന് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു എന്ന് പോലും ലോകത്തിൽ ആർക്കും അറിയാത്ത ഒരു രാജ്യത്ത്, പ്രധാനമന്ത്രി ഭരിക്കുന്ന ഒരു രാജ്യത്ത് ഇതൊക്കെ നടക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഇത് 10-24 ലക്ഷം ചെറുപ്പക്കാരെ മാത്രമല്ല, ഈ രാജ്യത്തെ 142 കോടി ജനങ്ങളുടെ ആരോഗ്യത്തെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്, അവരുടെ ജീവനെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അത്ര അലംഭാവത്തോടെ അല്ല ഈ വിഷയങ്ങളെ കാണേണ്ടത്. ഈ അലംഭാവത്തോടെ ഈ വിഷയങ്ങൾ കാണേണ്ടത്. അതുകൊണ്ടാണ് ജനം വീണ്ടും വീണ്ടും അദ്ദേഹത്തെ ജയിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ജനം വീണ്ടും വീണ്ടും അദ്ദേഹത്തെ ജയിപ്പിക്കുന്നതും. താങ്കളുടെ താങ്കൾ തന്നെ ആലോചിച്ച് നോക്കൂ. 303 സീറ്റിൽ നിന്ന് 240 സീറ്റിലേക്ക് BJP-യുടെ സീറ്റ് എണ്ണം കുറഞ്ഞെങ്കിൽ അത് കുറഞ്ഞത് തോൽവി തന്നെയാണ്. 400 സീറ്റോടുകൂടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ BJP-യുടെ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് BJP-യുടെ മോദി സർക്കാർ എന്ന് പറയുന്നത്, NDA സർക്കാർ എന്ന് പറയുന്നത്, നിങ്ങളുടെ സീറ്റ് എണ്ണം എന്തുകൊണ്ട് കുറഞ്ഞത്? നിങ്ങൾ തോറ്റു. നിങ്ങൾ എന്തുകൊണ്ട് അയോധ്യയിൽ രാമക്ഷേത്ര ഭൂമിയിൽ തോറ്റത്? നിങ്ങൾ തോറ്റു. മോദിയുടെ ഭൂരിപക്ഷം 4-1 കുറഞ്ഞത് എന്തുകൊണ്ടാണ്? നിങ്ങൾ തോറ്റു. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എന്തുകൊണ്ടാണ് 4 ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നത്? ഞങ്ങൾ ജയിച്ചു. ഇന്ത്യ മുന്നണിയുടെ ഭൂരിപക്ഷം, ഇന്ത്യ മുന്നണിയുടെ സീറ്റ് എണ്ണം വർദ്ധിച്ചത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ ജയിച്ചു. നിങ്ങളുടെ സീറ്റ് എണ്ണം കുറഞ്ഞത് എന്തുകൊണ്ടാണ്? നിങ്ങളെ ഈ ജനങ്ങൾ തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. 50-ൽ നിന്ന് 95 എത്തിയാൽ നിങ്ങളാണ് ഭരിക്കേണ്ടത്. 50-ൽ നിന്ന് 95 എത്തിയാൽ നിങ്ങളാണ് ഭരിക്കേണ്ടത്. നിങ്ങൾക്കാണ് ആദ്യം 95 അല്ല എന്നുള്ള കൃഷ്ണദാസ് ജിൻഡോ സൂചിപ്പിക്കുന്നത് പോലെ, ശിവദാസൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയർ ആയിട്ട് താങ്കൾ കണക്കാക്കുന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചുമതലയുള്ള വകുപ്പ് മന്ത്രി അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ? സ്ട്രെയിറ്റ് ചോദ്യമാണ് ഈ കൃഷ്ണദാസ്. അല്ല, അദ്ദേഹം പറഞ്ഞല്ലോ, ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കണം. ഇതിനെ സംബന്ധിച്ച് ഒരു വളരെ വിശദമായ ഒരു പഠനം ഒരു കമ്മിറ്റി നടത്തണം. അതിലെ എല്ലാ സ്റ്റേക്ക്ഹോൾഡേഴ്സിനും അവരുടെ അഭിപ്രായം പറയാമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഡോക്ടർ ശിവദാസൻ, താങ്കൾ തൃപ്തനാണോ ഈ മറുപടി? അരുൺ, ഞാൻ ചോദിക്കുന്നൊരു കാര്യം, ഇല്ല, എന്താ വെച്ചാൽ ഞാൻ ചോദിക്കുന്നൊരു കാര്യം, ഇത് രാജ്യത്തിൻ്റെ ആരോഗ്യ മേഖലയെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. രോഗം വന്നാൽ മരുന്ന് വേണം, മന്ത്രി ചൂതിയ വെള്ളം പോരാ എന്ന് കേരളത്തിലെയും രാജ്യത്തെയും ജനത ഒരു കാലത്ത് വിളിച്ച മുദ്രാവാക്യമാണ്. RSSന്റെ ശാഖയിൽ നിന്ന് കിട്ടിയിട്ടുള്ള തൃശ്ശൂലോ എടുത്തിട്ട് പോയിട്ട് ഒരാളുടെ ഓപ്പറേഷൻ നടത്താൻ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ട് ഇങ്ങനെയുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് രാജ്യത്തിൻ്റെ മെഡിക്കൽ മേഖലയെ തകർക്കരുത്.
രാജ്യത്തെ ആളുകൾക്ക് മെച്ചപ്പെട്ട ചികിത്സ കിട്ടണമെങ്കിൽ നല്ല ഡോക്ടർമാരുണ്ടാവണം, നല്ല വിദ്യാഭ്യാസ സംവിധാനവും പരീക്ഷയുണ്ടാവണം. അത് തകർക്കരുതെന്നാണ് RSSനോട് BJPയോട് ഞങ്ങളുടെ അഭ്യർത്ഥന. നിങ്ങൾ ഈ കൊള്ളയും ഈ ചോർച്ചയ്ക്കെല്ലാം കാരണക്കാരായിട്ടുള്ള ആളുകളെ, മന്ത്രിയെ ഉൾപ്പെടെ മാറ്റുന്നതിന് തയ്യാറാവണം. അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ, ആരോഗ്യ മേഖലയെ നല്ല നിലയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കണം. ശിവദാസനും ജിൻഡോയും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ. ഈ കൗൺസിലിംഗിൽ ഇപ്പോൾ കോഴ്സിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളിൽ ഈ ചോദ്യ പേപ്പർ ചോർന്ന് കിട്ടി കോപ്പി അടിച്ച് 40 ലക്ഷം രൂപയ്ക്ക് പാസ്സായ വിദ്യാർത്ഥിയല്ല എന്നെങ്ങനെ ഉറപ്പിക്കും കൃഷ്ണദാസ്? എങ്ങനെ ഉറപ്പിക്കും? അങ്ങോ ഞാനോ നാളെ പോയി ചികിത്സയ്ക്കിരിക്കുന്നത് ഇതേപോലെ 40 ലക്ഷം രൂപയ്ക്ക് ഈ കരിഞ്ചന്തയിലൂടെ വാങ്ങിയ നീറ്റ് ചോദ്യപേപ്പർ ചോർത്തി പഠിച്ച ഒരാളുടെ കയ്യിൽ നിന്നല്ല എന്നെങ്ങനെ വിശ്വസിക്കും സർ? അരുൺ, അത് നമ്മൾ ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ടല്ലല്ലോ അത് തീരുമാനിക്കുന്നത്. അത് ഈ അന്വേഷണ കമ്മിറ്റി കണ്ടുപിടിക്കട്ടെ, CBI കണ്ടുപിടിക്കട്ടെ. അതിനാണല്ലോ ഈ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്, ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. അവരിതിനെ സംബന്ധിച്ച് വിശദമായി പഠിക്കട്ടെ, റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. ഓക്കെ ജിൻഡോ, ആ കമ്മിറ്റിയുടെ പഠനം വരുന്നത് വരെ പ്രതിപക്ഷം ശാന്തരാകുമോ? അല്ല, നരേന്ദ്രമോദി ഡിഗ്രി പഠിച്ച പോലെയുള്ള പഠനമാണെങ്കിൽ ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കുക? ഈ സമഗ്ര അന്വേഷണത്തിൽ എന്തുകൊണ്ടാണ് മന്ത്രി വരാത്തത്, മന്ത്രിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പരിവാരങ്ങൾ വരാത്തത്? മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് സമഗ്ര അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞാൽ ഏതാനും ചില ആളുകളെ അതിൽ പ്രതികളാക്കി അറസ്റ്റ് ചെയ്ത് ആളുകളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ശ്രമിച്ചാൽ അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഓക്കെ, തീർച്ചയായും ഇനി വരും ദിവസങ്ങളിലും പാർലമെന്റിന്റെ ഇരുസഭകളും ഈ വിഷയത്തിൽ പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പാണ്. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വീണ്ടും ഈ വിഷയം സഭയിലേക്കെത്തും. നന്ദിപ്രമേയ ചർച്ച കഴിഞ്ഞാൽ വീണ്ടും നീറ്റ് വിഷയം പാർലമെന്റിന്റെ ഇരുസഭകളിലും ആളിക്കത്തും. ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. അഡ്വക്കേറ്റ് E. കൃഷ്ണദാസ്, ഡോക്ടർ V. ശിവദാസൻ, ഡോക്ടർ ജിൻഡോ ജോൺ. Debate with Arun Kumar.